സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബൈനറി നമ്പർ നിങ്ങൾക്ക് തന്നാൽ ബൈനറി എങ്ങനെ ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യും, ബൈനറി നമ്പറിനെ എങ്ങനെ ഹെക്സാ ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബൈനറി നമ്പർ തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഒക്ടൽ നമ്പറാക്കി കൺവേർട്ട് ചെയ്യും. ഇനി ആദ്യം നമുക്ക് ബൈനറിനെ ഡെസിമൽ നമ്പർ ആക്കുന്നത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഡെസിമൽ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഏറ്റവും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2ന്റെ പവറിൽ നമുക്കറിയാം ഈ പൊസിഷൻ, ഈ അവസാനം കിടക്കുന്ന ഈ 1ന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2⁻0 ആണ്. അപ്പോൾ 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻2 പ്ലസ് 1 × 2⁻3 പ്ലസ് 1 × 2⁻4. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ പൊസിഷൻ 2⁻0 ആണല്ലോ. അപ്പോൾ 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ആ 1 പിന്നെ 0 × 2⁻1. ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 0 ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ 2⁻1 പൊസിഷൻ അല്ലെങ്കിൽ 2 പൊസിഷനിലൊന്നും ഇല്ലാത്തത്. ഇനി അടുത്തത് 2⁻2ന്റെ പൊസിഷനിൽ ഒരു 1 ഉണ്ട്. 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ഈ 2⁻3യുടെ പൊസിഷനിൽ ഒരു 1 ഉണ്ട്. ദാറ്റ് ഈസ് 1 × 2⁻8. 2⁻3 ദാറ്റ് ഈസ് 8. പിന്നെ 1 × 2⁻4 ദാറ്റ് ഈസ് 16. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു ബൈനറിനെ ഡെസിമൽ ആക്കുന്നത്. ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന ബൈനറിനെ ഡെസിമൽ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ വെയിറ്റുകൾ ഉണ്ടല്ലോ, ബൈനറി നമ്പർ പൊസിഷൻ വെയിറ്റ്, അവയുടെ സം ചെയ്താൽ മതി. തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്താൽ മതി. ദാറ്റ് ഈസ് തന്നിരിക്കുന്ന നമ്പർ ഇവിടെ 1 × 2⁻0 പൊസിഷൻ അല്ലേ. ദാറ്റ് ഈസ് 1 × 2⁻0. 2⁻0 നമുക്കറിയാം 1 ആണ്. സോ 1 × 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഇനി 0 × 2⁻1. 0 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ആ നമ്പർ അങ്ങ് പോയി. ഇനി 1 × 2⁻2. 1 × 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻2 4 ആണ്. 4 × 1 4. പിന്നെ 1 × 2⁻3. 2⁻3 8 ആണെന്നറിയാം. 8 × 1 8. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും. ഇങ്ങനെയാണ് ഒരു ബൈനറി നമ്പർ തന്നാൽ ഡെസിമൽ ആക്കുന്നത്. പക്ഷെ ഒരു ബൈനറി നമ്പർ തന്നാൽ ഒക്ടൽ ആക്കണമെങ്കിലും ഹെക്സാ ഡെസിമൽ ആക്കണമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഒക്ടൽ ആക്കണമെങ്കിൽ ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസ് 8 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ 4 ബൈനറി ബിറ്റ്സുകൾ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ചെയ്യേണ്ടത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അത് ഒക്ടൽ ആക്കാനാണെങ്കിലും ഹെക്സാ ഡെസിമൽ ആക്കാനാണെങ്കിലും. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു ബൈനറി നമ്പർ തന്നു, അതിന് കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ തന്നെങ്കിൽ നമ്മൾ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ബിറ്റുകൾ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 1 0 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 0 1 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം? 2 അല്ലേ. 0 1 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. 1 1 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ആണ്. 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ, കാരണം ഈ പൊസിഷൻ വെച്ചിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ. അപ്പം നമുക്ക് എന്ത് കിട്ടി? 372 എന്ന് പറയുന്നത് കിട്ടി. ക്ലിയർ? അപ്പം ബൈനറി ടു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. എവിടെ നിന്ന് എങ്ങോട്ടാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. പോയിന്റിന് ശേഷമാണ് കിടക്കുന്നതെങ്കിൽ, പോയിന്റിന് ശേഷമാണ് ഈ ബൈനറി ഡിജിറ്റ്സ് കിടക്കുന്നതെങ്കിൽ തിരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ 3 ബിറ്റ്സുകൾ തമ്മിലാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. പോയിന്റിന് ശേഷം ബൈനറി വന്നാലാണേ, അത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ അടുത്ത എക്സാമ്പിളിൽ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ബൈനറി ടു ഒക്ടൽ ആക്കാൻ ഇവിടെ ഡെസിമൽ പൊസിഷൻസും ഉണ്ട്. അപ്പം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ഇവിടെ നിന്ന് പോകുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 വെച്ച് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ 1 1 0 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 0 1 ഉള്ളൂ, ഇപ്പുറത്തെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അത് 0 ആക്കി വിചാരിക്കുക. 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? 2. 0 1 0 എന്തുവാണ്? 2 ആണ്. അപ്പോൾ 2 6. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 0 1 ഉള്ളൂ. അപ്പോൾ 0 1 ഇപ്പുറത്തൊരു 0 ഇടുക. അതും എന്താണ്? 2 ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബൈനറി ടു ഒക്ടൽ നമ്പർ കിട്ടുന്നത്. ക്ലിയർ? ബൈനറി ടു ഒക്ടൽ. ഇനി നമുക്ക് ബൈനറി ടു ഹെക്സാഡെസിമൽ നോക്കാം. ബൈനറി ടു ഹെക്സാഡെസിമൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 4 ബിറ്റുകൾ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുക. എവിടെ നിന്ന് എങ്ങോട്ട്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ 1 1 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. 15 എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിൽ എന്താണ്? എഫ് ആണ്. 1 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെസിമലിൽ നമ്മൾ 10 എന്നാണ് പറയുന്നത്. 10 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിൽ എ ആണ്. കാരണം ഹെക്സാഡെസിമൽ നമ്പർ 0 മുതൽ 9 വരെയും 10 മുതൽ 15 വരെയുള്ളത് എ ടു എഫ് ആണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. 0 0 1 0 എന്ന് പറയുന്നത് 2 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്? ബൈനറി ടു ഹെക്സാഡെസിമൽ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിയേ. ബൈനറി ടു ഹെക്സാഡെസിമൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പോയിന്റിന് മുമ്പുള്ളത് നോക്കാം. ദാറ്റ് ഈസ് നമ്മുടെ ഈ പാർട്ട്.
എന്താണ് ഫ്രാക്ഷന് മുമ്പുള്ള നമ്മുടെ റിയൽ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. എവിടെ നിന്ന്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. അപ്പം നമ്മൾ ഇവിടെ ആദ്യത്തെ 4 ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ 0 1 1 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന് 6 ആണെന്ന്. ഇവിടെ 1ന് ശേഷം ഇങ്ങോട്ട് നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കും. അപ്പം 0 0 0 1 എന്നാവും. 0 0 0 1 എന്ന് പറഞ്ഞാൽ 1 ഇറ്റ് സെൽഫ് ആണ്. അപ്പം 1 6 കിട്ടി. ഇനി പക്ഷേ ഇവിടെ നിന്ന് പോയിന്റിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പം നമ്മൾ 0 1 ഇപ്പുറത്തെ 2 0 0 ഇട്ട് കൊടുക്കും. 0 1 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 അല്ലേ? സോ ഇങ്ങനെയാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.